അത് ദൈവവിശ്വാസികളാണ്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരുണയും കടാക്ഷവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. SDP കുറിച്ച് ഒറ്റ വാക്ക് പറയട്ടെ. ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. 2018 വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ തോളിലേറ്റിക്കൊണ്ട് രക്ഷാർത്ഥം പല ക്യാമ്പുകളിലേക്ക് ഓടിയ ചെറുപ്പക്കാരെ നെടുമ്പുറത്തിന് പ്രദേശത്തിലേക്ക് അറിയാം. 2020-21 നടന്ന കോവിഡ് എന്ന മഹാമാരിയിൽ ബോഡി കത്തിക്കാൻ ആളില്ലാതിരുന്നപ്പോൾ SDP പ്രവർത്തകര് ബോഡി കത്തിച്ച് അത് സംസ്കരിച്ചതായ ഒരു ഹൈന്ദവനാണെങ്കിൽ ഹൈന്ദവാചാര പ്രകാരം, ഒരു ക്രിസ്ത്യാനാണെങ്കിൽ ക്രൈസ്തവാചാര പ്രകാരം, ഒരു ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാമിന്റെ ആചാരപ്രകാരം ബോഡികൾ സംസ്കരിച്ചത് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന, നിലവിളക്ക് കത്തിച്ചു വെച്ച് രാത്രിയിൽ നാമം ജപിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ എഴുന്നേൽക്കണം. അല്ലാഹു അക്ബർ ഏറ്റുപാടുന്ന മുസൽമാൻ എഴുന്നേൽക്കണം. യേശുക്രിസ്തു സ്നേഹമാണെന്ന് പ്രസംഗിക്കുന്ന ക്രൈസ്തവ സഹോദരൻ എഴുന്നേൽക്കണം. വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ 5 പേർ എഴുന്നേറ്റാൽ അവരുടെ കൂടെ ഈശ്വരൻ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മണിപ്പൂരല്ല കേരളം. വിദ്യാഭ്യാസം വിവരമുള്ളവരാണ്. ഇവിടെ തച്ചുടയ്ക്കുവാൻ ഞാൻ 4ാം ക്ലാസ് പഠിച്ചൊരു കഥ ഓർക്കുക. 2 ആടിനെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് താഴെ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കൻ. റോമ സാമ്രാജ്യം കത്തിയെറിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച ചരിത്രമറിയാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിന് നടുവിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരൊക്കെ എവിടെയെന്നൊരു ചോദ്യത്തോടുകൂടി ഈ മീറ്റിംഗിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശ്വാസം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.